ഇനിയും ഈ വഴിയെ 13. കല്യാണ ദിവസം വെളുപ്പിന് 3 മണിക്കെത്തിയ ബ്യൂട്ടീഷ്യനും കൂട്ടരും 4 വീടുകളിലെയും പെണ്ണുങ്ങളെ മുഴുവൻ ഒരുക്കിക്കഴിഞ്ഞപ്പോഴേക്കും സമയം 7 മണി കഴിഞ്ഞിരുന്നു. എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ വാങ്ങിയ ശേഷം നല്ലപ്പള്ളിയിലെ SI കൺവെൻഷൻ സെൻറ്ററിലേക്ക് പുറപ്പെടാൻ തയ്യാറായി ആദ്യം ഇറങ്ങിയത് മഹിയാണ്. ആമ്പലിൻ്റെ സാരിയോട് മാച്ച് ചെയ്യുന്ന പഴംമാങ്ങ കളറുള്ള കുർത്തയും കസവുമുണ്ടും ആയിരുന്നു അവൻ്റെ വേഷമെങ്കിലും ബാക്കിയുള്ളവരെല്ലാം കടും പച്ച ഡ്രസ് കോഡിൽ ആയിരുന്നു. ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി ഫോട്ടോഗ്രാഫർ പുറത്തേക്കിറങ്ങിയ എല്ലാവരെയും ചേർത്തു നിർത്തിയപ്പോൾ പച്ചിലകൾക്കിടയിൽ ഒരു പഴംമാങ്ങ നിൽക്കുന്ന ഫീൽ ആയിരുന്നു മഹിയെയും കൂട്ടരെയും കണ്ടപ്പോൾ. ഫോട്ടോ എടുത്തു കഴിഞ്ഞ് മഹിയെ കാറിൽ കയറ്റിയിരുത്തിയിട്ട് മുതിർന്നവരെല്ലാം ആമ്പലിനെ അനുഗ്രഹിക്കാനായി അവരുടെ വീട്ടിലേക്ക് പോയി. മച്ചാനെ, പേടിയുണ്ടോ? ഡ്രൈവിംഗ് സീറ്റിലിരുന്ന സൈമൺ കോ ഡ്രൈവർ സീറ്റിലിരിക്കുകയായിരുന്ന മഹിയോട് ചോദിച്ചത് കേട്ട് പുറകിൽ നിന്നും കീർത്തി അവരുടെ ഹെഡ് റെസ്റ്റിൽ കൈവച്ച് മുന്നോട്ടേക്ക് ആഞ്ഞിരുന്നു. എന്തിനാ പേടി? അവൾ ചോദിച്ചു. അത് പിന്നെ ഇവൻ്റെ ആദ്യത്തെ കല്യാണമല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. എന്തോ നാടേ എന്ന മട്ടിൽ മഹി അവനെ ഒന്ന് നോക്കി. അല്ല, നിനക്ക് പേടിയുണ്ടെങ്കിൽ 2 എണ്ണം വീശിയിട്ട് കയറിയാൽ മതി, അതാ പറഞ്ഞത്. സാധനം ദേ അളിയൻ്റെ വണ്ടിയുടെ ഡിക്കിയിലുണ്ട്. ദേ ഒന്ന് പോയേ. കീർത്തി സൈമൻ്റെ തോളിൽ വിരലുകൊണ്ട് കുത്തിയിട്ട് അവനെ നോക്കി കണ്ണുരുട്ടി. ഡി, അവന് ഭ്രാന്ത, നീ ഒന്ന് ചുമ്മാതിരുന്നേ. മഹി അത് പറഞ്ഞെങ്കിലും നഖം കടിച്ചുള്ള അവൻ്റെ ഇരിപ്പ് കണ്ടതും അവൻ്റെ ഉള്ളിലും അല്പം ടെൻഷനുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോഴേക്കും മുന്തിരി കളറുള്ള ഒരു ധാവണിയുമെടുത്ത് നേത്ര ഓടി വന്ന് അവരുടെ കാറിൻ്റെ പിൻ സീറ്റിലേക്ക് കയറി. നീ എന്താ ഇതിൽ? നീ പെണ്ണു വീട്ടുകാരല്ലേ? സൈമൺ തിരിഞ്ഞ് അവളോട് ചോദിച്ചു. ഏയ്, ഞാൻ മഹിയേട്ടൻ്റെ സെറ്റാ. അടുത്തിരുന്ന കീർത്തിയുടെ ധാവണി പരിശോധിക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു. മഹിയേട്ടാ, ആമ്പു ചേച്ചിയെ ഒന്ന് കാണണം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നേത്ര പിന്നിൽ നിന്നും പറഞ്ഞത് കേട്ട് മഹിയൊന്ന് തിരിഞ്ഞു നോക്കി. ആണോടി? കീർത്തി എടുത്തു ചോദിച്ചു. സൂപ്പർ. നേത്ര മറുപടി പറയുമ്പോഴേക്കും അപ്പുറത്തെ വീട്ടിൽ നിന്നും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയതിൻ്റെ ബഹളം കേട്ടു. മഹി കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് സൈമണും കൂടെ കീർത്തിയും വെളിയിലേക്ക് ഇറങ്ങി. കല്യാണ സാരിയും ആഭരണങ്ങളും അണിഞ്ഞ് അതീവ സുന്ദരിയായി ഒരുങ്ങിയിറങ്ങി വരുന്ന ആമ്പലിനെ കണ്ടതും മഹിയുടെ വായ അറിയാതെ പൊളിഞ്ഞുപോയി. അമ്പോ, അവള് കലക്കി കളഞ്ഞല്ലോടാ. അപ്പുറത്തെ വീട്ടിൽ മറ്റുള്ളവരോടൊപ്പം നിന്ന് ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് തയ്യാറെടുക്കുന്ന ആമ്പലിനെ നോക്കി ആശ്ചര്യപ്പെട്ടുകൊണ്ട് സൈമൺ മഹിയെ തിരിഞ്ഞു നോക്കി. ഗ്രഹണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ടതുപോലെ നോക്കിയുള്ള അവൻ്റെ നിൽപ്പ് കണ്ടതും സൈമൺ ഒന്നു ചുമച്ചു. ഞെട്ടിത്തിരിഞ്ഞ അവൻ്റെ തോളിലൊന്നു തട്ടി സൈമൺ അവനെ ആശ്വസിപ്പിച്ചു. കൺട്രോൾ മൈ ബോയ്, കൺട്രോൾ. നിനക്കത് സാധിക്കും. കമോൺ. ഓ എൻ്റെ മഹിയേട്ടാ, ഇങ്ങനെ ചോര കുടിക്കല്ലേ. പിന്നിൽ നിന്നും നേത്രയുടെയും കീർത്തിയുടെയും കളിയാക്കി ചിരികൂടി കേട്ടതോടെ അവൻ ചൂലുപോലെ കാറിനകത്തേക്ക് തിരികെ കയറി. താമി അപ്പുറത്തു നിന്നും കീർത്തിയെ നോക്കി കൈവീശി. നിളക്കുട്ടി അമ്മയുടെ കയ്യിലിരുന്ന് മാലയൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. അവിടെ ഉള്ളവരുടെ എല്ലാം ഡ്രസ് കോഡ് മുന്തിരി കളർ ആയിരുന്നു. ആദ്യം ഹാളിലേക്ക് എത്തിയ ആമ്പലിനെ വീട്ടുകാർ ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോയപ്പോൾ വിനയൻ ചെറുക്കൻ്റെ കൂട്ടുകാരെ സ്വീകരിക്കാനായി നിന്നു. ബന്ധുക്കളെല്ലാം ആ നേരം കൊണ്ട് ഹാളിലേക്ക് എത്തിയിരുന്നു. പുറകെ വന്നിരുന്ന മഹിയോടൊപ്പം മുന്നിൽ അനിതയും സന്തോഷും കീർത്തിയും നേത്രയും സൈമണും നിന്നു. കുഞ്ഞ് ആദർശ് രാധാമ്മയുടെ കയ്യിലായിരുന്നു. ശരത് മഹിയുടെ കാല് കഴുകി സ്വീകരിച്ചപ്പോൾ വിനയൻ അവന് ബൊക്കെ നൽകി. പെൺകുട്ടികൾ താലപ്പൊലിയെടുത്ത് അവനെ അകത്തേക്ക് ആനയിച്ചു. നാദസ്വരക്കാർ മേളം മുഴക്കി മുന്നിൽ നടന്നു. മുഹൂർത്തം അടുത്തിരുന്നത് കൊണ്ട് അവനെ നേരെ സ്റ്റേജിലേക്കാണ് കയറ്റിയിരുത്തിയത്. അതിനു പുറകെ തന്നെ ആമ്പലിനെ അമ്മമാരും ചേച്ചിമാരും കൂടി മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നു. പ്രാർത്ഥനകൾക്കൊടുവിൽ ശാന്തി എടുത്തു കൊടുത്ത താലി മഹി ആമ്പലിൻ്റെ കഴുത്തിൽ അണിയിക്കുമ്പോൾ കൈകൂപ്പി തൊഴുതു നിന്ന അവരുടെ മനസ്സിൽ കൃഷ്ണ രക്ഷിക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ഒരു വശത്ത് സദ്യ തുടങ്ങിയപ്പോൾ സ്റ്റേജിൽ കയറി വന്ന ആളുകളുടെ ഫോട്ടോ എടുപ്പും കഴിഞ്ഞ് ഫോട്ടോഗ്രാഫേഴ്സ് ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ട് പുറത്തേക്കിറങ്ങി. നിഷയും സൈമണും കീർത്തിയും നേത്രയും അവർക്കൊപ്പം കൂട്ടിനു നിന്നു. ഫോട്ടോഗ്രാഫർമാർ പറഞ്ഞു കൊടുക്കുന്ന ഓരോ പോസുകൾക്കും മനസ്സില്ലാ മനസ്സോടെ നിന്ന് കൊടുക്കുന്നതിനിടയിൽ ആ പോസുകൾ ഓരോന്നും
കൂടുതൽ നന്നാക്കേണ്ടത് എങ്ങനെയാണെന്ന് നേത്ര മഹിക്ക് വിവരിച്ചും കാണിച്ചും കൊടുക്കുന്നത് അത്ര പിടിക്കാത്ത മട്ടിലാണ് ആമ്പൽ നോക്കി നിന്നത്. അതെല്ലാം നോക്കിയും കണ്ടും മരത്തണലിൽ നിൽക്കുകയായിരുന്ന നിഷയുടെ അടുത്തേക്ക് സൈമൺ ചെന്നു. കണ്ട് പഠിക്കടി, കീരിയും പാമ്പും പോലെ ഒരുമിച്ച് നടന്നിരുന്നവർ ഒരുമിച്ചത് കണ്ടോ? അങ്ങനെ വേണം പെൺപിള്ളേരായാൽ. തൊട്ടു പിന്നിൽ നിന്നും സൈമൺ പറഞ്ഞത് കേട്ടപ്പോഴാണ് അവൻ അടുത്തേക്ക് വന്ന വിവരം നിഷ അറിഞ്ഞത്. ഉവ്വ, അവൻ പഠിക്കാൻ പോണതേ ഉള്ളൂ മോനെ. നിഷയുടെ പറച്ചിൽ കേട്ടതും അവൻ സംശയത്തോടെ മുഖം ചുളിച്ച് അവളെ നോക്കി. നീ എന്താ ഉദ്ദേശിച്ചത്? എടാ പൊട്ടാ, വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അവളെ കല്യാണത്തിന് സമ്മതിച്ചത്, അറിയോ? പിന്നെ നിന്റെ കിഴങ്ങൻ കൂട്ടുകാരന് അവളോട് പ്രണയമല്ലേ, അതുകൊണ്ട് ഞാനും ഓർത്തു നടക്കുന്നെങ്കിൽ അങ്ങ് നടക്കട്ടെ എന്ന്. എന്തോ? എങ്ങനെ? അവന് അവളെ ഇഷ്ടമാണെന്നോ? എടി മരവാഴേ, അവനല്ല, അവൾക്കാണ് അവനെ ഇഷ്ടം. എന്തോന്നാ നീ പറയുന്നത്? നിന്നോടിത് ആരാ പറഞ്ഞത്? ഒറ്റ ശ്വാസത്തിലാണ് അവളത് ചോദിച്ചത്. ദോലവൻ പുറകിൽ നിന്നുകൊണ്ട് ആമ്പലിനെ കെട്ടിപ്പിടിച്ചു നിൽക്കാൻ ഫോട്ടോഗ്രാഫർ പറഞ്ഞ പോസ് ആത്മാർത്ഥതയോടെ അഭിനയിച്ച് തകർക്കുന്നവനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സൈമൺ പറഞ്ഞു. പക്ഷേ അവളെന്നോട് പറഞ്ഞത് നേരെ തിരിച്ചാണല്ലോ. കണ്ണുകൾ കുറുക്കി ആലോചിച്ചു നിന്നവളെ നോക്കാതെ മുന്നിൽ നടക്കുന്ന അംഗത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് സൈമൺ ചോദിച്ചു, എന്തു പറഞ്ഞെന്ന്? അവന് അവളോട് പ്രേമമാണെന്നാ അവൾ പറഞ്ഞത്. ഈ പ്രാവശ്യം സൈമൺ തിരിഞ്ഞ് അവളെ നോക്കി. അവൻ അങ്ങനെ പറഞ്ഞെന്നാണോ അവൾ പറഞ്ഞത്? അവൻ അങ്ങനെ പറഞ്ഞെന്ന് അച്ചമ്മയാണ് അവളോട് പറഞ്ഞത്. വാട്ട്? സൈമൺ വാ പൊളിച്ചു നിന്നു. എന്താടാ, എന്തുപറ്റി? അവൾ ആകാംക്ഷയോടെ അവനെ നോക്കി. എടി, അവരുടെ ഈ അച്ചമ്മ എന്ന് പറയുന്ന ആൾ തന്നെയല്ലേ അവൻ്റെ അമ്മമ്മയും? അതെ, അതിന്? ആ അമ്മമ്മ തന്നെയാണ് അവൾക്ക് അവനെ ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞെന്ന് അവനോട് പറഞ്ഞത്. നോ! അവളുടെ ശബ്ദം അറിയാതൽപ്പം ഉയർന്നുപോയി. മുന്നിൽ അഭിനയിച്ചു കൊണ്ടിരുന്നവരും ഫോട്ടോഗ്രാഫേഴ്സും അത് കേട്ട് തിരിഞ്ഞു നോക്കി. ആ, നീ ഇവിടെ വായം പൊളിച്ചു നിന്നു. സംഗതി കയ്യിൽ നിന്ന് പോയി മോളെ. എൻ്റെ കർത്താവേ, ഈ കണ്ട നുണയെല്ലാം പറഞ്ഞ് അമിട്ടിനെയാണല്ലോ കതിനയെ കൊണ്ട് കെട്ടിക്കുന്നത്. സൈമൺ മുന്നിലേക്ക് നോക്കി കുരിശ് വരയ്ക്കുന്നത് നോക്കിക്കൊണ്ട് നിഷ പകച്ച കണ്ണുകളോടെ മുന്നിൽ നടക്കുന്ന ഫോട്ടോഷൂട്ട് നോക്കി. അയ്യോ മഹിയേട്ടാ, എന്തായി കാണിക്കുന്നേ? അങ്ങനെയല്ല, ദേ ഇങ്ങനെ പിടിക്ക്. അവിടെ നേത്ര മഹിക്ക് ഡയറക്ഷൻ നൽകുകയാണ്. അത് പിടിക്കാത്ത മട്ടിൽ ആമ്പലിടയ്ക്ക് നിഷയുടെ നേരെ തിരിഞ്ഞു നോക്കി പല്ല് കടിക്കുന്നുമുണ്ട്. അവളുടെ ഡയറക്ഷൻ കാര്യമാക്കേണ്ട എന്ന മട്ടിലൊന്ന് കണ്ടു ചിമ്മി കാട്ടിയിട്ട് നിഷ സൈമണ് നേരെ തിരിഞ്ഞു. അപ്പോൾ അച്ചമ്മയാണ് ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് അല്ലേ? അത് നിനക്കിതുവരെ മനസ്സിലായില്ലേടി? ഇപ്പോൾ തന്നെ അവരോട് കാര്യം പറയുകയാണെങ്കിൽ കെട്ടിയ താലിയും അഴിച്ച് വേഗം സ്കൂട്ടാകാം. ഇല്ല, ചിലപ്പോൾ കൊലപാതകത്തിന് വരെ സമാധാനം പറയേണ്ടി വരും. ചെന്ന് പറഞ്ഞാലോ? അവൻ മറുപടിക്ക് വേണ്ടി നിഷയെ നോക്കി. എന്ത് പറയാൻ? എന്തായാലും കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. നമ്മളായിട്ടൊന്നും പറയാൻ പോകണ്ട. അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ എന്താണ് ചെയ്യാൻ പറ്റുക, അതുപോലെ നമുക്ക് ചെയ്യാം. എങ്ങനെ? അവൻ ചോദിച്ചു. അച്ചമ്മ എന്തായാലും ഒന്നും കാണാതെ ആയിരിക്കില്ലല്ലോ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ഈ ഒരു കാര്യത്തിൽ പുള്ളിക്കാരിക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കാം. നമ്മൾ 3 പേരും കൂടി ഒരുമിച്ച് നിന്നാൽ മുന്നിൽ കിടന്ന് നട്ടം തിരിയുന്ന ആ വഞ്ചി ഒരു കരക്കടിപ്പിക്കാൻ പറ്റും. നീ എന്തു പറയുന്നു? അവൾ ചോദിച്ചു. കിട്ടിയ അവസരം പാഴാക്കാതെ നിഷയുടെ കൈകൾ തൻ്റെ കൈകൾക്കുള്ളിൽ എടുത്തുപിടിച്ച് നെഞ്ചോട് ചേർത്തുകൊണ്ട് സൈമൺ പറഞ്ഞു, എൻ്റെ 2 കൈകളും ബുദ്ധിയും ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. നീ ആദ്യം കൈവിട്ടെ. നിഷ നോട്ടം കൂർപ്പിച്ചതോടെ അവൻ ഇളിച്ചുകൊണ്ട് അവളുടെ കൈകൾ സ്വതന്ത്രമാക്കി. കൈകളുടെ കാര്യം ഓക്കെ, പക്ഷേ നിന്റെ ബുദ്ധി വേണ്ട. അവരെ തമ്മിൽ തെറ്റിക്കാനല്ല, കൂട്ടി യോജിപ്പിക്കാനാണ് പ്ലാൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഐഡിയകൾ ഞാൻ പറയാം, നീ ഒന്ന് ഒപ്പം നിന്നാൽ മതി. ഓക്കെ ബേബി. അവരുടെ വഞ്ചി കരക്കടിപ്പിക്കുന്ന കൂട്ടത്തിൽ വേണേൽ നമ്മുടെ വഞ്ചിയും ഒരു കരക്കടിപ്പിക്കാം കേട്ടോ. നമ്മുടെ ഏത് വഞ്ചി? അവൾ കണ്ണുകൾ കുറിപ്പിച്ച് അവനെ നോക്കി. അതായത് നിച്ചു, കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ എന്നോണം അവൻ അവളുടെ അടുത്തേക്ക് ഒട്ടി. നീ ഇതെങ്ങോട്ടാ ഈ തള്ളിക്കയറി വരുന്നേ? അങ്ങോട്ട് മാറി എന്നിട്ട് പറഞ്ഞാൽ മതി.
അവളുടെ ആ ഒരു നോട്ടത്തിൽ അവൻ അല്പം പുറകോട്ട് മാറി. ഇടി, നീ ഈ സിനിമകളിലും കഥകളിലും ഒക്കെ കണ്ടിട്ടില്ലേ, നായികയെയും നായകനെയും ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്ന കൂട്ടുകാരനും കൂട്ടുകാരിയും തമ്മിൽ ഒടുവിൽ സ്നേഹത്തിലാകുന്നത്? ഊവ, അത് നീ വാല് പോക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷേ ആ വെള്ളം പൊന്നുമോനങ്ങ് വാങ്ങി വെച്ചോണ്ടാ മതി. അല്ലടി, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ... അവൻ പറഞ്ഞവസാനിപ്പിക്കും മുന്നേ അവൾ ഇടയ്ക്ക് കയറി. മനസ്സിലായി, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് വേണ്ടെന്ന്. അവൻ വീണ്ടും അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴേക്കും മുന്നിൽ നിന്നും ഒരു കരച്ചിൽ കേട്ടു. അയ്യോ, കടിവിട്ടടി! ഷൂട്ടിങ്ങിനിടയിൽ നിന്നും മഹിയുടെ കരച്ചിലായിരുന്നു അത്. ഫോട്ടോഗ്രാഫറുടെ നിർദ്ദേശപ്രകാരമാണെന്ന് തോന്നുന്നു മഹി ആമ്പലിനെ എടുത്ത് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അവൾ രണ്ട് കൈകൊണ്ടും അവനെ വട്ടം പിടിച്ച് അവൻ്റെ കവിളിൽ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. മതി മതി എന്നൊക്കെ ഫോട്ടോഗ്രാഫർ പറയുന്നുണ്ടെങ്കിലും ആമ്പൽ അഭിനയിച്ച് തകർക്കുകയാണ്. മഹി അവളെ കുടഞ്ഞെറിയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൾ ഉടുമ്പ് പിടിച്ചിരിക്കും പോലെ അവനെ വട്ടം പിടിച്ചിരിക്കുകയായിരുന്നു. നേത്രയും കീർത്തിയും കൂടി രണ്ടുപേരെയും വലിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പണി പാളിയെന്ന് തോന്നണ്, വാടാ. നിഷ അവനെയും വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഓടി. അവൻ ഇതിൻ്റെ ഇടയ്ക്കെങ്ങാനും ഉമ്മറായോ ആവോ? അല്ലേലും പണ്ടേ അവനൊരു വികാരജീവിയാണ്. ഓടുന്നതിനിടയിൽ സൈമൺ ഓർത്തു. തുടരും. കഥയുടെ ബാക്കി ഭാഗങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അറിയുവാനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.